സോഷ്യൽ മീഡിയ ഹാസ് ഇറ്റ്സ് ഓൺ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. വി ഓൾ നോ ദാറ്റ്. ബട്ട് പലപ്പോഴായിട്ട് കണ്ടുവരുന്ന വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കോമൺ അൽഗോരിതം എറർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് നടക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലൈക്ക് പാലസ്തീൻ്റെ ഇഷ്യൂ, അതിൻ്റെ ഒരു സമയത്ത് ആൾക്കാർ അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റുകളും സ്റ്റോറീസുകളും അതിൻ്റെ പേരിലുള്ള ഒരുപാട് ഡിബേറ്റ്സുകളും വാറുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കും. എന്നാൽ അടുത്ത ട്രെൻഡ് വരുമ്പോൾ ഈ പാലസ്തീൻ്റെ ഇഷ്യൂവിനെ, അല്ലെങ്കിൽ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസിനെ ആൾക്കാർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് അടുത്ത ട്രെൻഡിലേക്ക് വഴിതിരിഞ്ഞ് പോവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ പറയാം. വയനാട് ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ അർജുന് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ്, ഈ സംഭവങ്ങളൊക്കെ ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആളുകൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് ഓരോ ഫിലിം സ്റ്റാർസിൻ്റെ ഗോസിപ്പുകളും ട്രോളുകളും ഒക്കെ നോക്കി രസിച്ചിരിക്കുകയാണ് ചെയ്തത്. അഫ്കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒക്കേഷണലി. ദാറ്റ് ഇസ് എ സിസ്റ്റം. ഐ അഗ്രി വിത്ത് ദാറ്റ്. ബിക്കോസ് ഇറ്റ് ഇസ് എൻ എൻഡ്ലെസ് സൈക്കിൾ. ബട്ട് ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ മാറി മാറി ഓരോ ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മൾ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കൊടുക്കുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട പല ടോപ്പിക്കുകളും അല്ലെങ്കിൽ പല ഇൻസിഡൻറ്റുകളും കീപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോകുന്നു. വി കംപ്ലീറ്റ്ലി ഇഗ്നോർ. ഇതിന് ടിപ്പിക്കലി വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഈസ്, ഈ ഗോസിപ്പുകളും ഷിറ്റ് ടോക്സുകളും പറയുന്ന പ്ലാറ്റ്ഫോമുകൾ മാത്രം കൺസ്യൂം ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ തരുന്ന, അല്ലെങ്കിൽ പ്രോപ്പർ അപ്ഡേറ്റ്സ് തരുന്ന കണ്ടന്റുകളെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. മീഡിയ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ബട്ട് മീഡിയ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഗുണം ചെയ്യുന്നവയുമുണ്ട്. ദർ ഇസ് ജസ്റ്റ് എ ബോക്സ് ഓഫ് ഇൻഫർമേഷൻ, ആൻഡ് ഡോണ്ട് യു എവർ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദാറ്റ് ബോക്സ് അഗൈൻ.